അമ്മേ അമ്മ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ എവിടെയൊക്കെ നോക്കിന്നറിയോ? എന്താ പ്രശ്നം? അയ്യോ അമ്മോ, എല്ലാം പോയി. ആരെവിടെ പോയിന്ന്? അതൊന്നും അല്ല, എല്ലാം പോയെന്ന്. എന്തോ പോയെന്ന്? എല്ലാം ഇടിഞ്ഞു പോയത്. എങ്ങനെ ഞാൻ സഹിക്കും? ഈ വീട് ഇടിഞ്ഞു പോയെന്നാ? അതൊന്നും അല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞെന്ന്. എന്തോന്ന്? സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞെന്ന്. എന്റെ പൊന്നോ, ഞാൻ വേറെന്തോ വിചാരിച്ച്. നിനക്കൊന്നും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. 50 രൂപേന്റെ 3 സ്റ്റോക്ക് കിട്ടിയതിന്റെ പ്രശ്നമല്ലേ സജീത്? വേണ്ട വേണ്ട, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മേ, ജീവിതമൊക്കെ ഇങ്ങനെയാണ് അമ്മേ. ഇങ്ങനെ ഓരോ തകർച്ചയിൽ നിന്നാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയോ? ഇല്ല അമ്മേ, കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയ 76.16 കോടിയുടെ നഷ്ടത്തിൽ നിന്നും ഇപ്പോ 124.56 കോടി ലാഭത്തിലേക്കാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുന്നേറിയത്. അതുപോലെ തന്നെ 18 സ്ഥാപനങ്ങളിൽ നിന്ന് ഇപ്പോൾ ലാഭം 24 സ്ഥാപനങ്ങളിലേക്കും ഉയരുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ. അപ്പൊ ഇതൊന്ന് കരകയറാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. അമ്മേന്റെ എത്ര രൂപ പോയെ? അതിന് ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അല്ല, ഇനി എങ്ങാനും ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം വരില്ല, അതോർത്ത് പേടിച്ചതാ. പൊന്നോ, ഇങ്ങനെ ഒരു അമ്മ.